ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അള്ളാനെ മറക്കരുത്. ദിക്റുള്ള നമ്മുടെ മനസ്സിന്റെ ടെൻഷനുകളെ മാറ്റും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് അടക്കവും ഒതുക്കവും ഖൽബിന്റെ അകത്തുള്ള കാറ്റും കോളും ശമിക്കുവാനുള്ള ഏക മാർഗം അള്ളാഹുവിനെ ഓർക്കേണ്ട നിലക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ല ഉറങ്ങും വരെയും നിശ്ചയിക്കപ്പെട്ട ദിക്റുകളിലൂടെ ആ നിലക്ക് റബ്ബിനെ ഓർക്കുക. എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, റബ്ബുണ്ട് നമുക്ക് എന്ന പ്രഖ്യാപനം മനസ്സിനെ പഠിപ്പിക്കുന്ന ആ ദിക്റുകളിലൂടെ ഹൃദയങ്ങൾ പ്രകാശിക്കും, ആത്മശാന്തി നേടാനാകും. അതേ അവസരത്തിൽ എനിക്ക് ദിക്റൊന്നും വേണ്ട, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന മനോഭാവത്തോടെ പിന്തിരിഞ്ഞു ജീവിക്കുകയാണെങ്കിലോ അവന് വളരെ കുടിസുള്ള ഒരു ജീവിതമായിരിക്കും. ടെൻഷൻ തീർന്ന നേരമുണ്ടാവില്ല, ഉറങ്ങാനാവില്ല, ജോലി ചെയ്യാനാവില്ല, ടെൻഷനോട് ടെൻഷൻ. ആ നിലക്കൊരു കുടുങ്ങിയ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമയായി അവൻ അധപ്പതിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും ദിക്റുള്ള നമുക്ക് ശാന്തി പകരും. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട നേരത്ത് പോലും അദ്ദേഹം പതിവാക്കിയ ദിക്റുകൾ മുടക്കിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട നേരത്തും റഹ്മാനായ റബ്ബിനോടുള്ള കൃത്യമായ ആ ദിക്ർ അത് നിർവഹിക്കാൻ യൂനുസ് അലൈഹിസ്സലാം സന്നദ്ധമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാണ് വിശുദ്ധ ഖുർആൻ പകർന്നു തരുന്ന പാഠം.